ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബില്യൺ ക്രാഫ്റ്റ്. എന്നത്തെയും പോലെ വെറൈറ്റി ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ കല്യാണത്തിന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ടേബിളും ഇരിക്കുന്ന ഷീറ്റ് ഉണ്ട്, ഈ ഒരു ഷീറ്റ്. അപ്പോൾ ഈ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലത്തെ ടേബിൾ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ഇമൽഷൻ പെയിൻ്റാണ് എടുക്കുന്നത്. അത് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോഞ്ച് വെച്ച് കോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് വെച്ച് കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാടുകളൊക്കെ വരും. അപ്പോൾ ആ പാടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പോഞ്ച് വെച്ച് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നേരത്തെ എടുത്ത ആ ഒരു പേപ്പർ പീസിൽ നിന്ന് ആ പിക്ചേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് നല്ല ഫോട്ടോസ് മാത്രം നോക്കിയെടുത്തിട്ട് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ആ പിക്ചേഴ്സ് മാത്രമായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇടയിലെ ഗ്യാപ്പെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആ ഫോട്ടോസ് എല്ലാം ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫെവിക്കോൾ ഒന്ന് കുറച്ച് തേച്ചിട്ട് നമുക്ക് ഈ പിക്ചേഴ്സ് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ഫോട്ടോസും ഞാൻ ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇനാമൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ക്ലിയർ ഇനാമലാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടൊരു ഫില്ലായി നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് നല്ല ഫിനിഷിങ്, നല്ല ഗ്ലേസിങ് ആയിട്ട് നമുക്ക് ഇത് ബോട്ടിലായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ടൊരു ഇമേജ് വരച്ചെടുത്ത പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് സൺഡേ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് നമുക്ക് കാണാം. ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഇറ്റ്സ് മീ വിഷ്ണു, സൈനിങ് ഔട്ട്.